ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് അവരുടെ പേരും അവർ വഹിക്കുന്ന സ്ഥാനമാനങ്ങളും അവരുടെ പദവികളും ഒക്കെ പറഞ്ഞ് സദസ്സിനെ പരിചയപ്പെടുത്തി ഇരിക്കുകയാണ്. അങ്ങനെ വില്യങ്കേരിയുടെ ഊഴം വന്നു. വില്യങ്കേരിയുടെ ഊഴം വന്നപ്പോ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ആ വില്യങ്കേരി ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു മിഷണറിയായി ഇന്ത്യയിൽ വന്നയാളാണ്. ഇത്ര വർഷമായിട്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നു. ഞാനിപ്പോൾ ഒരു മിഷണറിയാണ്. അദ്ദേഹം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥരുടെ അവസരം കിട്ടി. അയാൾ ചാടി എഴുന്നേറ്റ് വെച്ചു, ആദ്യം ഷൂ മേക്കർ വില്യങ്കേരി, നീയാണോ ഷൂ മേക്കറായ വില്യങ്കേരി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന എല്ലാവരും അറിയണം വില്യങ്കേരി ആരായിരുന്നു. ഷൂ മേക്കറാണെന്ന്, ചെരുപ്പ് കുത്തിയാണെന്ന് അറിയണം. ഇംഗ്ലീഷിലെ വാക്കിന് ഷൂ മേക്കർ എന്ന് പറയുന്നത് ചെരുപ്പ് കുത്തിക്ക് ഉപയോഗിക്കുന്ന വാക്ക്. സദസ്സെല്ലാം ഒരു നിമിഷം സ്ഥാനമായി. ഒരു ഇത്രയും മാന്യനായ മഹാനായ ഒരു മനുഷ്യനെ ഇത്രയും വലിയൊരു വേദിയിൽ വെച്ച് അപമാനിച്ചത് ശരിയെന്ന ആളുകളുടെ മനസ്സിലുണ്ടായി. പക്ഷെ പറഞ്ഞവൻ അത്രയും വലിയവനാണ്. അക്കൂട്ടത്തിൽ വന്ന വലിയപ്പോഴും ആഗ്രഹിക്കുക. പക്ഷെ എല്ലാവരും എന്താണ് വില്യങ്കേരിയുടെ പ്രതികരണം അറിയാൻ നോക്കി നിൽക്കുമ്പോൾ വിനയാന്വിതനായി ഇരുന്ന വില്യങ്കേരി വീണ്ടും അവിടെ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഈ വലിയ ഓഫീസറുടെ മുഖത്ത് നോക്കി പറഞ്ഞു, സോറി, താങ്കൾക്ക് തെറ്റിപ്പോയി. I was not a shoemaker, I was just a shoe repairer. ഞാൻ ഷൂ മേക്ക് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ഇംഗ്ലീഷിലെ പദം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ആശയങ്ങളാണ്. ഒരു ഷൂ ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ആരൊക്കെ ഉണ്ടാക്കിയ ഷൂവിന് റിപ്പയർ ചെയ്യാനേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. പോളിഷ് അടിക്കാനേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. തുന്നി കൊടുക്കാനേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. പക്ഷെ ആ എന്നെ ഇംഗ്ലണ്ടിന്റെ തെരുവിൽ നിന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് എത്തിച്ചത് ഞാൻ ഉയർത്തുന്ന യേശു ആണെന്ന് തന്മേടത്തോടെ